UGC കരട് വിജ്ഞാപനത്തിനെതിരെ സർക്കാർ നാളെ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷനെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വൈസ് ചാൻസലർമാരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഗവർണറുടെ അതൃപ്തിക്ക് പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ തിരുത്തി. UGC കരട് വിജ്ഞാപനത്തിനെതിരെ സർക്കാർ സംഘടിപ്പിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടി നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കാർ നീക്കത്തിനെതിരെ രംഗത്തെത്തി. കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനെ പറ്റിയും ഡ്യൂട്ടി ലീവ്, ചിലവ് എന്നിവ വഹിക്കുന്നത് സംബന്ധിച്ചും സർക്കാർ പുറത്തിറക്കിയ സർക്കുലർ ഭരണഘടനാ വിരുദ്ധമെന്ന് ഗവർണർ നിലപാടെടുത്തു. വൈസ് ചാൻസലർമാരെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കാൻ സർക്കാരിന് അധികാരമില്ല. വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നും ഇന്ന് രാവിലെ ഗവർണർ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു. ഗവർണറുടെ വാദം അംഗീകരിച്ച മുഖ്യമന്ത്രി എല്ലാവർക്കും എല്ലാത്തരം അഭിപ്രായവും പ്രകടിപ്പിക്കാനുള്ള വേദിയാക്കി കൺവെൻഷനെ മാറ്റുന്ന തരത്തിൽ പരിപാടി പുനഃസംവിധാനം ചെയ്യുമെന്ന മറുപടി നൽകി. ഇതിനു പിന്നാലെ വിവാദ സർക്കുലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തി. UGC കരടിനെതിരായ എന്ന പരാമർശവും നിശ്ചിത എണ്ണം ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിക്കണമെന്ന പരാമർശവുമാണ് തിരുത്തിയത്. പ്രതിഷേധ പരിപാടിയായതിനാൽ കണ്ണൂർ VC പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ചുമതല ഏറ്റെടുത്ത ശേഷം സർക്കാരും മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ പിണക്കേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം.